കുടുംബത്തോടൊപ്പം വിനോദയാത്ര പോയ പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി ശ്രീനന്ദയെ കാണാതായിട്ട് 3 ദിവസം പിന്നിടുകയാണ്. കർണാടകയിലെ ചിക്കമംഗ്ലൂരിൽ വെച്ചാണ് ഈ കുഞ്ഞിനെ കാണാതാവുന്നത്. അന്വേഷണം ഊർജിതമാക്കാൻ പാലക്കാട്ടെ പ്രത്യേക അന്വേഷണ സംഘവും കർണാടകയിലുണ്ട്. സച്ചിൻ നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. സച്ചിൻ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 3 ദിവസമായി കുട്ടിയെ കാണാതായിട്ട് 40 പേരടങ്ങുന്ന ഒരു കുടുംബ സംഘം അവർ പോയ യാത്ര, അവിടെ നിന്ന് കുട്ടിയെ കാണാതാകുന്നു. പിന്നീട് ഈ തെർമൽ ഡ്രോണൊക്കെ ഉപയോഗിച്ച് വലിയ തിരച്ചിലൊക്കെ നടത്തി. പക്ഷേ ആ തിരച്ചിലുകളും ഒക്കെയും വിഫലമാകുന്നതാണ് കണ്ടത്. ഇന്നലെ കുട്ടിയുടെ കുടുംബത്തിൻ്റെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടു. അവരൊരു തട്ടിക്കൊണ്ടുപോകൽ അടക്കം ഉന്നയിക്കുന്നുണ്ട് മാതാപിതാക്കളൊക്കെയും. നിലവിലൊരു സ്റ്റാറ്റസ് എന്താണ് ഈ വിഷയത്തിലെ? തീർച്ചയായും കഴിഞ്ഞ 3 ദിവസമായി പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശികളായ രമേശ് രോഹിണി ദമ്പതികളുടെ മകളായ 14 വയസ്സുകാരി ശ്രീനന്ദയെ കാണാതായിട്ട് പ്രധാനമായും വിനോദസഞ്ചാരത്തിനായി കർണാടകയിലെ ചിക്കമംഗ്ലൂരിൽ വെച്ചാണ് 14 വയസ്സുകാരിയെ കാണാതാവുന്നത്. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാകാം എന്ന ഒരു സൂചനയെല്ലാം കുടുംബം നൽകുന്നുണ്ട്. കാരണം 4 മിനിറ്റിനുള്ളിലാണ് ഇത്തരത്തിൽ, അതായത് കുടുംബം കുട്ടിയോട് 4 മിനിറ്റിനുള്ളിലാണ് കാണാതാവുന്നത്. പ്രധാനമായും ഈ വെള്ളച്ചാട്ടം അതേപോലെ തന്നെ വ്യൂ പോയിന്റ് ഒക്കെയുള്ള ഒരു മേഖലയിൽ വെച്ചാണ് കുട്ടിയെ കാണാതായത് എന്നാണ് കുടുംബവും വ്യക്തമാക്കുന്നത്. എന്തായാലും ശക്തമായ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഒറ്റപ്പാലം MLA മുഖ്യമന്ത്രിയെ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടക സർക്കാരുമായി കൃത്യമായി അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളെല്ലാം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും നൽകിയിട്ടുണ്ട്. ശക്തമായ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ പാലക്കാട് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘവും കർണാടകയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ കർണാടക പോലീസിനൊപ്പം ചേർന്നുകൊണ്ട് പാലക്കാട്ടെ സംഘവും അന്വേഷണം ഊർജിതമാക്കി തുടരുന്നുണ്ട്. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായ ഒരു തിരച്ചിൽ തന്നെയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. വനമേഖലയാണ്, വലിയ രീതിയിലുള്ള വന്യമൃഗ ശല്യവും മറ്റുമെല്ലാം ഉള്ള ഒരു മേഖല കൂടിയാണ് എന്ന വിവരമെല്ലാം ലഭിക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണം 14 വയസ്സുകാരിയായ ശ്രീനന്ദയെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. സേതു. ഓക്കെ സച്ചിൻ, ശരി. അപ്പോൾ എത്രയും വേഗം കുട്ടിയെ കണ്ടെത്തട്ടെ അല്ലേ?